ഇത് ഞാൻ പറയിപ്പിച്ച് വീഡിയോ എടുത്തതൊന്നുമല്ല കേട്ടോ. ഞാനിത് കട്ട്ലറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പം അപ്രതീക്ഷിതമായിട്ട് വന്ന വിരുന്നുകാരനാണ്. ആൾക്ക് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പം ഇതാ ആളുടെ റിവ്യൂ ആണ് ഈ കേട്ടത്. ഇനി ഇതിൻ്റെ രുചി എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാനിതാണ്ട് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വാഴച്ചുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് തോന്നുന്നു ചില ആൾക്കാരൊക്കെ വാഴക്കൂമ്പ് അങ്ങനെ പല പേരുകൾ പറയുന്നേക്കാം. അപ്പോൾ ആ സംഭവം വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഈ വാഴക്കൂമ്പ് തോരൻ മാത്രമേ മിക്കവാറും ആൾക്കാരുണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിൽ വാഴക്കൂമ്പും ചെറുപയറും വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ വമ്പയർ കൂട്ടി തോരൻ വെക്കാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇത് വലുതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയാണ് എന്ത് ചെയ്യും എന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. എനിക്കൊരു വലിയ വാഴക്കൂമ്പായിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ട് ഞാൻ മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. നല്ല മുഴുത്ത കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് നേക്കിനെ വെള്ളം ഒഴിച്ച് 2 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല പാകത്തിനങ്ങ് വെന്ത് കിട്ടിക്കോളും. മുറിക്കാതെ അങ്ങ് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ചില സമയം ഉള്ളിലൊന്നും നല്ലപോലെ ഒന്നും വെന്ത് കിട്ടത്തില്ല. അങ്ങനെ 2 വിസിലടിച്ച് അതിൻ്റെ കാറ്റൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ടല്ലോ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ഒഴിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കേ നമ്മൾക്ക് കൈ കൊണ്ട് പിടിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളയാൻ പാകത്തിനായി കിട്ടുമേ. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതെടുത്തിട്ട് തൊലി കളഞ്ഞെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ എന്ന് ചിലർ വിചാരിക്കുന്നുണ്ടാവും. ഞാനിതെല്ലാം പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കക്കാരെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഈ എല്ലാ പീസിൻ്റെയും തൊലി കളഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ ഉടച്ചെടുത്ത് മാറ്റി വെക്കാം. ഇതാ ഞാൻ എല്ലാം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അങ്ങ് മാറ്റി വെച്ചിട്ട് അടുത്ത പണിയിലേക്ക് കിടക്കാൻ പോവുകയാണ് കേട്ടോ. എനിക്ക് കിട്ടിയ വാഴക്കൂമ്പിൻ്റെ ആ പുറം ഭാഗമൊക്കെ ഞാനങ്ങ് പൊളിച്ച് കളയുകയാണ്. ഇത് വാഴക്കൂമ്പ് വലിയൊരു വാഴക്കൂമ്പായിരുന്നു കിട്ടിയത്. ഇത് മുഴുവനായിട്ട് അങ്ങ് കാണിക്കാൻ പറ്റിയില്ല എനിക്ക്. എൻ്റെ ട്രൈപോഡ് ഉണ്ടല്ലോ, ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങ് തൂങ്ങി പോകുമായിരുന്നു. അതുകൊണ്ട് ഇത്രയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ എനിക്ക്. അങ്ങനെ അതിൻ്റെ പുറത്തെ അതൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ പിന്നെ ഞാനത് നമ്മളെ തോരൻ വെക്കുമ്പോൾ അരിയുമല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ കൊത്തി അരിഞ്ഞെടുക്കുകയാണ്. ചില ആൾക്കാരിങ്ങനെ വെള്ളത്തിലേക്ക് കൊത്തി അരിഞ്ഞിടാറുണ്ട്. ചില ആൾക്കാർ എണ്ണ കൂട്ടിയിട്ട് കൊത്തി അരിഞ്ഞ് അതിൻ്റെ നൂല് വലിച്ച് കളയാറുണ്ട്. അപ്പോൾ ഞാനുണ്ടല്ലോ മുമ്പെയൊക്കെ ഇങ്ങനെ തോരൻ വെക്കാൻ നേരത്തൊക്കെ ഈ എണ്ണ കൂട്ടി അരിഞ്ഞ് എണ്ണ തിരുമ്മി ഇതിലെ നൂലൊക്കെ വലിച്ച് കളയാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെനിക്ക് ഈ നൂലൊക്കെ വലിച്ച് കളയാൻ വേണ്ടിയിട്ടാണെങ്കിലും കുറച്ച് കൂടുതൽ സമയം എടുക്കുമായിരുന്നു. പക്ഷേ ഞാനിത് യൂട്യൂബിൽ തന്നെ വേറെ ആരോ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിട്ട്. അപ്പം കൂടുതൽ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുമ്പോഴാണ് കേട്ടോ. വെള്ളത്തിലേക്ക് അരിഞ്ഞിടുമ്പോഴുണ്ടല്ലോ എണ്ണ കൂട്ടി അരിയുന്നതിൻ്റെ അത്രയും നൂലൊന്നും കിട്ടത്തില്ല. ഈ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് കഴിയുമ്പോൾ അതിൻ്റെ കറയൊക്കെ ഇളകി ആ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ. നമുക്കത് ഒന്ന് കഴുകി വാരി ഒന്ന് പിഴിഞ്ഞങ്ങ് എടുത്താൽ മതി. അത് നല്ല എളുപ്പമാണ് താനും. പിന്നെ ഇവിടെ തോരൻ വെച്ചിട്ടാണെങ്കിലും ഉണ്ടല്ലോ ഈ എണ്ണ കൂട്ടി അരിയുന്നതിനേക്കാളും വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അരിഞ്ഞിട്ട് തോരൻ വെക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം തോരൻ വെക്കാനാണെങ്കിലും അരിയുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ വെള്ളത്തിലേക്ക് അരിഞ്ഞിടുക ചെയ്യുന്നത്. അങ്ങനെ ഇതാണ്ട് ഞാൻ മുഴുവനും അരിഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അത് ഈ വെള്ളത്തിനകത്തുനിന്ന് ഇത് ഇങ്ങനെ ഒന്ന് അലമ്പി എടുത്തിട്ട് അതങ്ങ് നല്ലപോലെ കൈ വെച്ച് അങ്ങ് അമർത്തി അങ്ങ് പിഴിഞ്ഞങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിഴിഞ്ഞിട്ട് ഈ പാത്രത്തിലേക്ക് ഇടാൻ നേരത്ത് നമ്മളൊന്ന് ഇതൊന്ന് വിടിവിച്ച് നോക്കുക. വല്ല നൂലെന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ നൂലെടുത്തിട്ട് ഒന്ന് മാറ്റിയാൽ മതി. ഇതിനകത്ത് ഈ വെള്ളത്തിൽ അരിഞ്ഞിട്ട് കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് നൂലൊന്നും കിട്ടത്തില്ല. ഇതങ്ങ് ചുമ്മാ നല്ലപോലെ ഒന്ന് കൈ വെച്ച് അമർത്തി വേണം പിഴിഞ്ഞിടാൻ വേണ്ടിയിട്ട്. പിന്നെ നൂലുണ്ടോയെന്നൊന്ന് നോക്കുക, അത്രേ ഉള്ളൂ. എല്ലാം നല്ലപോലെ അങ്ങ് പിഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഈ വെള്ളത്തിൽ അവസാനം ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് എടുക്കാൻ വേണ്ടി ഇച്ചിരി പാടായിരിക്കുമല്ലോ. അപ്പോൾ ഞാനൊരു അരിപ്പ പാത്രത്തിനകത്തോട്ട് അത് വെള്ളം മുഴുവനോടെ അങ്ങ് ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ആ വെള്ളത്തിൽ ബാക്കി കിടക്കുന്ന ആ പൊടി പോലത്തെ ഈ വാഴക്കൂമ്പിൻ്റെ ഇതൊക്കെ കിട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് പിഴിഞ്ഞങ്ങ് എടുത്തേക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പം ഒരു വലിയ സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇഞ്ചോളം നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. 3 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുകയാണ്. ഈ സവോളയുടെ കളർ ഒന്ന് മാറി തുടങ്ങണം. നമ്മുടെ സവോളയുടെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ വാഴക്കൂമ്പുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മീറ്റ് മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈ മീറ്റ് മസാലയൊന്നും ചേർക്കണ്ട എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കണ്ട. ഞാൻ ഓർത്ത് ഒരു ഇച്ചിരി കൂടെ അതിൻ്റെയും കൂടെ ടേസ്റ്റ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഉപ്പും മസാലപ്പൊടികളും ഒക്കെ ചേർക്കാൻ നേരത്ത് നമ്മളിതിനകത്തോട്ട് നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതും കൂടെ ചേർക്കുന്നുണ്ട്. അതിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഈ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയെന്ന് പറഞ്ഞില്ലേ, അത് ഒത്തിരി നേരമൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരത്തിന് ഇതിൽ വെള്ളം ഒന്ന് വറ്റി കിട്ടണം, അതേ ഉള്ളൂ. ഈ വാഴക്കൊമ്പെന്ന് പറയുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമല്ലേ. നമ്മൾ തോരൻ വെക്കുവാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഒന്ന് ചൂടാകുമ്പോഴേക്കും. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് നല്ലതുപോലെ വറ്റി കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടേ അപ്പോൾ ഇതിലെ വെള്ളം നല്ലപോലെ വറ്റി തുടങ്ങിയെന്ന് കണ്ടപ്പം ഞാൻ തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് നേരത്തെ ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. ഉരുളക്കിഴങ്ങ് കൂടുതലായി പോകുമോ എന്നൊക്കെ സംശയം തോന്നുന്നവർക്കാണെങ്കിൽ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഒരു 3/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ ഇളക്കി നോക്കിയിട്ടാണ് പിന്നെയാണ് ബാക്കി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നിങ്ങൾ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്തിരിയുടെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ബാക്കിയും കൂടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. ഇളക്കി യോജിച്ച് വരുമ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പും മുളകൊക്കെ പാകത്തിനാണോ എന്ന് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റിനുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ചുമ്മാ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നാലേ നമുക്ക് കൈ കൊണ്ടൊന്ന് പിടിച്ച് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അതങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു ചെറിയ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം വെജിറ്റേറിയൻ ആൾക്കാരൊക്കെ ആണെങ്കിൽ, മുട്ട ഉപയോഗിക്കത്തില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ മൈദപ്പൊടിയോ എന്തെങ്കിലും കലക്കി, ഒരു മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും മതി, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ലൂസാക്കി എടുത്താൽ മതിയാവുമേ. നമ്മളുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് കൈ കൊണ്ട് പിടിക്കാൻ പാകത്തിന് തണുത്ത് കഴിയുമ്പം അതൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യമേ ഒന്ന് കൈ വെച്ചിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം ഇതിൻ്റെ മേൽഭാഗം ഡ്രൈ ആയിട്ടും താഴ്ഭാഗം കുറച്ച് ഒരു വെള്ളമയം ഉള്ളതുപോലെയൊക്കെ തോന്നാം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ലെവലായി വരാൻ വേണ്ടി എല്ലാ വശത്തും ഒരേപോലെ വെള്ളമയമായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ, ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ഉരുട്ടിയോ പരത്തിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ ഞാൻ മുഴുവനും പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഈ കട്ട്ലറ്റിൻ്റെ പീസ് ഓരോന്നായിട്ട് എടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിക്കകത്തും കൂടെ മുക്കിയിട്ട് ഞാൻ എണ്ണയിലിട്ട് കൊടുക്കുകയാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പിന്നെ എണ്ണയ്ക്കകത്തിട്ട് മുക്കി കോരി എടുക്കണം എന്നുള്ളവർക്ക്, അതായത് ചീനച്ചട്ടിക്കകത്ത് കുറേ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തിട്ട് പൊരിച്ചെടുക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ച് എണ്ണയിൽ വേണ്ടി വരുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ സൈഡും മൊരിഞ്ഞു കഴിയുമ്പം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ലപോലെ മൊരിഞ്ഞു കഴിയുമ്പോൾ വാങ്ങിയെടുക്കാം. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. സോസും കൂട്ടി കഴിക്കാൻ, വൈകുന്നേരത്തെ ചായക്കോ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. വാഴക്കൂമ്പാണെന്നൊന്നും തോന്നത്തില്ല. മിക്കവാറും പിള്ളേർക്കൊന്നും വാഴക്കൂമ്പിൻ്റെ തോരനും ഒന്നും ഒരു പച്ചക്കറിയും കഴിക്കത്തില്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ. അപ്പം ഇതാ വാഴക്കൂമ്പ് വെച്ചിട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിള്ളേരൊക്കെ ആണെങ്കിൽ അവരെ പച്ചക്കറി തീറ്റിക്കാൻ ഇങ്ങനെയുള്ള വഴികളൊക്കെ അല്ലേ ഇപ്പോൾ പറ്റുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പി ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇടാം.